പകൽ പോയി മറയുന്നു നാഥ. ശ്രമകരദേഹാധ്വാനങ്ങൾ ചെയ്തിട്ടടിയാർ വിശ്രമമടയുന്നു. ലൗകിക ചിന്ത ഭാരങ്ങൾ കൂടാതടിയാർ തിരുസവിധേ മാനസശാന്ത്യ വരുവാൻ വരമരുൾക. നിഖിലേശാരക്ഷ നാഥ. ഈ സന്ധ്യാസമയത്തടിയാർ നിന്തിരുകൃപയെ സാമോദം വാഴ്ത്തും. നിത്യസ്തുതി കർത്താവിനും താതവിശുദ്ധാത്മാവിനും ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. തിരുസുതാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാട് കരുണയുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മ വിട്ട് നമ്മളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിലെ ഫലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ കന്യകമർത്ത മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പാർക്കുമോ പാപികളുടെ നാമത്തിൽ പ്രീതിയോടെ സന്തോഷിക്കുന്ന ദൈവം തമ്പുരാനെ, ഞങ്ങൾ പാപം ചെയ്തു പോയതുകൊണ്ട് നീ ഞങ്ങളെ ഞെരുക്കുകയും ശിക്ഷിക്കുകയും അരുതേ. ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിനെക്കുറിച്ചും നിബിയന്മാരെക്കുറിച്ചും സ്ലീഹന്മാരെക്കുറിച്ചും സഹോദരന്മാരെക്കുറിച്ചും സർവശിക്ഷകളെ ഞങ്ങളിൽ നിന്ന് നീ വിരോധിച്ച് നീക്കണമേ. കാരുണ്യവാനും ദീർഘക്ഷമയുള്ളവനുമായ കർത്താവേ, നിന്റെ തിരുരക്തത്താൽ നീ രക്ഷിച്ചിരിക്കുന്ന നിന്റെ ജനങ്ങളെക്കുറിച്ച് മനസ്സലിവുണ്ടാകണമേ. വൃദ്ധന്മാരെ യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും മരണം വിഴുങ്ങിയിരിക്കുന്നു. കരച്ചിലും വിലാപവും കേൾക്കപ്പെടുന്നു.
കർത്താവേ, നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങൾക്ക് സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളും നശിച്ചു പോകുമല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യമെങ്കിലും നീയല്ലാതെ ഞങ്ങൾക്ക് ആശ്രയവും രക്ഷയും വേറെ ഇല്ലാത്തതുകൊണ്ട് കരുണയോടെ ഞങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെ നീ കൃപയോടെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരും കൂടി നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാൻ കൃപയോടെ ഞങ്ങൾക്കിടയാക്കുകയും ചെയ്യണമേ. ആമീൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിവന്യ തിരുമേനി, വൈദിക ശ്രേഷ്ഠർ, ശേഷം എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, കർത്തൃനാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ബോംബെ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ആത്മീയ സംഘടനകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിവരുന്ന ഈ തെയോ മിനിസ്ട്രിയുടെ ഇന്നത്തെ കൂട്ടായ്മയിൽ ആമുഖ വചനഘോഷണവും ഇന്നത്തെ നമ്മുടെ പ്രധാന വചനപ്രഘോഷകനെ പരിചയപ്പെടുത്തുവാനുമായി എനിക്ക് ലഭിച്ച ഈ വലിയ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ മഹത്വീകരിക്കുന്നു. നമ്മുടെ തെയോ മിനിസ്ട്രിയുടെ പ്രധാനമായ 2 ഉദ്ദേശങ്ങൾ, ഒന്ന് വചനം എല്ലാവരിലും എത്തിക്കുക എന്നതും രണ്ടാമതായി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതുമാണ്. അതുകൊണ്ട് ആമുഖമായി പ്രാർത്ഥനയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം കർത്താവായ യേശു ക്രിസ്തുവേ ദൈവപുത്ര എന്നിൽ കരുണയുണ്ടാകണമേ എന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയെക്കുറിച്ചും ഈ പ്രാർത്ഥന നിത്യവും പരിശീലിക്കുന്നവർക്ക് ലഭിക്കാവുന്ന വരദാനങ്ങളെക്കുറിച്ചും ഏതൊരാത്മീയ അവസ്ഥയിലേക്ക് അത് നമ്മെ കൊണ്ട് എത്തിക്കുമെന്നതിനെക്കുറിച്ചും മുൻകൂട്ടി ഒന്നും തന്നെ പറയാതെ ഈ പ്രാർത്ഥനയെ ഒന്ന് ധ്യാനിക്കുവാൻ നമുക്കൊന്നു ചേർന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയെടുക്കാം. ഈ പ്രാർത്ഥനയിലെ ദൈവിക പദങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരാണ്. അവർ സ്വന്തമായി രൂപീകരിക്കുകയായിരുന്നില്ല, മറിച്ച് വേദപുസ്തകത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ പ്രധാന അപ്പോസ്തലന്മാരിൽ നിന്നും സ്വീകരിക്കുകയാണ് ചെയ്തത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധ പിതാക്കന്മാർക്ക് പൈതൃകമായി കിട്ടിയതാണ് ഈ പ്രാർത്ഥന. അവരത് നമുക്ക് പകർന്നു തരികയും ചെയ്തു. വിശുദ്ധ അപ്പോസ്തലന്മാർക്ക് ക്രിസ്തു പറഞ്ഞു കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് അവർ വാചികമായി പറഞ്ഞിട്ടുള്ളതോ എഴുതി വച്ചിട്ടുള്ളതോ ആയ കാര്യങ്ങൾ ദൈവികമായ അരുളപ്പാടും ദൈവവചനവുമാണെന്ന് നാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥനയെ ധ്യാനിക്കുമ്പോൾ ഒന്നാമതായി വിശുദ്ധ അപ്പോസ്തലന്മാർ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനയിലെ നാമവിശേഷണങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ആദ്യമായി വിശുദ്ധ പൗലോസ് പ്രസ്താവിക്കുന്നു, 1 കൊരിന്ത്യർ 1:2 ക്രിസ്തു യേശു എന്നാണ്. രണ്ടാമതായി വിശുദ്ധ യോഹന്നാൻ പറയുന്നത് 1 യോഹന്നാൻ 4:2 യേശു ക്രിസ്തു എന്നാണ്. ഇനി മൂന്നാമനായി വിശുദ്ധ പത്രോസ് പറയുന്നത് വിശുദ്ധ മത്തായി 16:16 ക്രിസ്തു ദൈവപുത്രൻ എന്നാണ്. വിശുദ്ധരായ ഈ 3 അപ്പോസ്തലന്മാരും ഒന്നാമന്റെ പ്രസ്താവന ക്രിസ്തു യേശു എന്ന തലക്കെട്ട് രണ്ടാമന്റെ പ്രസ്താവനയുടെ ആദിവാക്കായും, അതായത് യേശു ക്രിസ്തു എന്നും, രണ്ടാമന് ഉപയോഗിച്ച തലക്കെട്ട് യേശു ക്രിസ്തു എന്ന് മൂന്നാമന്റെ പ്രസ്താവനയുടെ ആദ്യവാക്കായി ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഉപയോഗിച്ചുകൊണ്ട് ഒരു വൃത്തത്തിൽ എന്ന പോലെ ഒരാൾ മറ്റൊരാളെ അനുകരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി നാം മനസ്സിലാക്കണം. കർത്താവ് എന്നും ദൈവപുത്രൻ എന്നും പറയുന്നത് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഈ 2 വിശേഷണങ്ങളും ദൈവത്തിന്റെ ഏകജാതന്റെ ദൈവീകത്വം വെളിപ്പെടുത്തുകയും അവൻ സത്തയിലും പദവിയിലും പിതാവിന് തുല്യനാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. അതേ രീതിയിൽ അനുഗ്രഹീതരായ അപ്പോസ്തലന്മാർ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ സ്തുതിക്കാനും അവനോട് പ്രാർത്ഥിക്കാനും നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവർ 3 പേരാകിയാൽ അവരെ നാം പൂർണ്ണമായി വിശ്വസിക്കേണ്ടതുണ്ട്. കാരണം വിശുദ്ധ വേദപുസ്തകം പറയുന്നതനുസരിച്ച് 3 സാക്ഷികൾ ശരിയെന്ന് പറയുന്ന ഏതൊരു പ്രസ്താവനയും അംഗീകരിക്കേണ്ടതുണ്ട് എന്നതും പ്രത്യേകം പ്രസ്താവ്യമാണ്.
ഇനി രണ്ടാമതായി ഈ പ്രാർത്ഥനയിലെ ദൈവീക പദങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരിതമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. വിശുദ്ധ പൗലൂസ് പറയുന്നു 1 കൊരിന്ത്യർ 12:3 യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും പറയാനാവില്ല. ഇവിടെ ആർക്കും പറയാനാവില്ല എന്ന നിഷേധാത്മകമായ പ്രയോഗത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തു എന്ന പേര് വളരെ ഉദാത്തവും മറ്റെല്ലാ പേരുകളേക്കാൾ ഉത്കൃഷ്ടവുമാണെന്ന കാര്യം വിശുദ്ധ പൗലൂസ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനി രണ്ടാമനായ വിശുദ്ധ യോഹന്നാൻ എന്ന ദൈവശാസ്ത്രജ്ഞൻ 1 യോഹന്നാൻ 4:2 പറയുന്നത് യേശു ക്രിസ്തു ശരീരം ധരിച്ചു എന്ന് ഏറ്റുപറയുന്ന ഓരോ ആത്മാവും ദൈവത്തിൽ നിന്നാണ് എന്നാണ്. ഇതിൽ നിന്നും വിശുദ്ധ പൗലൂസിനെ പോലെ യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുകയും അവിടുത്തെ നാമം പ്രഘോഷിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മ കൃപയാലാണെന്ന് അദ്ദേഹവും സമ്മതിക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമനായി അപ്പോസ്തലന്മാരിൽ പ്രധാനിയായ പത്രോസ് ഈ പ്രാർത്ഥനയെ പൂർത്തീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വിശുദ്ധ മത്തായി 16:16 ഞാൻ ആരാണെന്ന കർത്താവിന്റെ ചോദ്യത്തിന് നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ, ഈ പ്രസ്താവനയെ രക്ഷകൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇത് പിതാവാണ്, അതായത് പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തി കൊടുത്തത് എന്നാണ്. ഇനി മൂന്നാമതായി ഈ പ്രാർത്ഥനയിലെ വിശേഷണ നാമങ്ങൾ ഉച്ചരിക്കുന്നത് ഒരു വിശ്വാസ പ്രഖ്യാപനമാണ്. വിശുദ്ധ മത്തായി 16:16 വിശുദ്ധ പത്രോസ് അങ്ങ് ക്രിസ്തുവാണ്, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്. ഈ വിശ്വാസ പ്രഖ്യാപനത്തിന് യേശു തിരുവായി മൊഴിഞ്ഞു പറഞ്ഞത് ബർയോന ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ ഇത് വെളിപ്പെടുത്തിയത്. വിശ്വാസ പ്രഖ്യാപനത്തിന് അപ്പോൾ തന്നെ മറുപടി ലഭിച്ചു. ഇനി നാലാമതായി ഈ നാമങ്ങൾ ഉച്ചരിച്ച് പ്രാർത്ഥിച്ചാൽ വിശുദ്ധ മത്തായി 18:18 പ്രകാരം വരദാനങ്ങൾ ലഭിക്കുമെന്ന് കാണാം. അതുപോലെ ഈ നാമം മാത്രം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ രോഗത്തിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, പാപത്തിൽ നിന്നൊക്കെയും വിടുതൽ ലഭിക്കും. അതാണ് ലൂക്കോസ് 17:13 കുഷ്ഠരോഗികൾ വിളിച്ചു പ്രാർത്ഥിച്ചത്, യേശുവേ നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്ഷണത്തിൽ അവർക്ക് സൗഖ്യം ലഭിച്ചു. വീണ്ടും ബർത്തലോമായി എന്ന അന്ധൻ കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉടൻ സൗഖ്യം ലഭിച്ചു. പ്രിയമുള്ളവരെ, നമുക്കും ഇന്നും ജീവിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാം, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന്. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമുക്ക് മുഖ്യ അതിഥിയായി വചന ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട BM തോമസ് അച്ഛനാണ്. അച്ഛനെ ഞാൻ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. കാരണം നമ്മുടെ ഗീഗോറിയൻ കമ്മ്യൂണിറ്റിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായും ഗീഗോറിയൻ പബ്ലിക് സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട അച്ഛന് റോഹയിൽ നിന്ന് MTH എടുക്കുന്നതിനായി കോട്ടയം പഴയ സെമിനാരിയിലേക്ക് പോവുകയും തൻ്റെ പഠനം പൂർത്തിയാക്കി ഇപ്പോൾ അച്ഛനും അച്ഛൻ്റെ സഹധർമ്മിണി കൊച്ചമ്മയും നാഗ്പൂർ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ സഭയുടെ വിവിധ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ വചന ശുശ്രൂഷ ഇന്ന് നമുക്ക് ശ്രമിക്കാം. അച്ഛനെ ഹാർദവുമായി തെയോ മിനിസ്ട്രിയുടെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അവൻ ഞാനല്ലയോ അവൻ ഞാനല്ലയോ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ കണ്ണുനീർ
താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിടുന്നേ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിടുന്നേ. കരുണവൻ ഞാനല്ലയോ, കരുണതെന്തിനു നീ. കരുണവൻ ഞാനല്ലയോ, കരുണതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എന്റെ കരത്താൽ നിന്നെ വഹിച്ചു എന്നും നടത്തിടും കരയിൽ. എന്റെ കരത്താൽ നിന്നെ വഹിച്ചു എന്നും നടത്തിടും കരയിൽ. കരുണവൻ ഞാനല്ലയോ, കരുണതെന്തിനു നീ. കരുണവൻ ഞാനല്ലയോ, കരുണതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറക്കാം ഞാനിന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറക്കാം ഞാനിന്നും ശക്തനല്ലയോ. കരുണവൻ ഞാനല്ലയോ, കലമുന്നതെന്തിനു നീ. കരുണവൻ ഞാനല്ലയോ, കലമുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ത്രിയേക ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി, വന്യ കോറെപ്പിസ്കോപ്പ അച്ഛന്മാർ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവ്. At the beginning, I would like to congratulate the team under the leadership of Reverend Father Thomas Myalil
for the active Theo ministry during these unprecedented times. I would also thank the Theo ministry for giving me an opportunity to take today's devotion. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 31-ാം വാക്യമാണ്. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ച്, അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. സെൻറ്റ് മാത്യു chapter 14 verse 31. And immediately Jesus stretched out his hand and caught him and said to him, O you of little faith, why did you doubt? यीशु ने तुरंत ही हाथ बढ़ाकर उसे थाम लिया और उससे कहा, हे अल्पविश्वासी, तूने क्यों संदेह किया? We know very well the background of this incident. Jesus was with the multitude, healing the sick. There he, out of compassion, feeds the 5,000 with 5 loaves of bread and 2 fishes. Now he sends the multitude away. After feeding them, also he made his disciples get into the boat and send them to the other side of the sea before him. He went up to the mountain by himself to pray. But when the evening came, he was alone there, and the boat was now in the middle of the sea, tossed by the waves, for the wind was contrary. മുന്നോട്ട് നമ്മൾ ഈ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവന് കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ച് അതൊരു ഭൂതമാകുന്നു എന്ന് പേടിച്ച് നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അതിന് പത്രോസ്, കർത്താവേ, നീയാകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നടന്ന് നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ, കർത്താവെ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ച്, അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. Let us see what we can learn from this incident in our life. In the midst of our troubles, look for Jesus and keep looking to Jesus. ജീവിത പ്രതിസന്ധികളുടെ മധ്യത്തിൽ യേശുവിനെ അന്വേഷിക്കുവിൻ. जीवन के कठिनाइयों के बीच यीशु को खोजो. Although a wind surrounded him and he was in the middle of the sea, Saint Peter looked to Jesus. He tried to talk to him. He listened to the voice of Jesus. He wanted to be with Jesus. The portion here is very clear, especially when our life is in midst of tumultuous storm. When the wind and the waves are against us, look for Jesus and keep looking to Jesus. നമ്മുടെ ജീവിതമാകുന്ന തോണി കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ കൂടി പോയാലും നമുക്ക് യേശുവിനെ അന്വേഷിക്കാനും അവങ്കിലേക്ക് നോക്കുവാനും നാം മറക്കരുത്. സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. We have to have faith in the Lord. But what happens in our day-to-day life is as that happened to Saint Peter. A small wind will sweep away our faith and make our life sinking. Here too Saint Peter is to be our model. Realizing that he is about to sink, he cries out to the Lord for help, and Jesus Christ stretches out his hand to catch hold of and save Peter. That is our Lord, especially in these unprecedented times when the world of our time is churning through the pandemic and its after effects. Let us all have full faith in the Lord. We should understand that faith is simply taking the next step and acting according to the will of the Lord. We have to pray continuously that God will be reflected in our life.
Peter took one step to get out of the boat and onto the water. Peter was doing fine when he was focused on the next step and got into trouble when he lost sight of his next step. In Genesis chapter 22, we see it was Abraham's firm, enduring, and unshakable faith that made him to get prepared to sacrifice his son, for he knew that the God who granted him his son would provide for his safety. Our God is a merciful God, full of love. As we recite the prayer in the time of infectious diseases in the Pambakuda Namaskaram, മനോഗുണവാനി, നിന്റെ അടുക്കലല്ലാതെ ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകേണ്ടു? നിന്നെ അല്ലാതെ ആരെ ഞങ്ങൾ വന്ദിക്കേണ്ടു? അപേക്ഷിപ്പാനും പ്രാർത്ഥിപ്പാനും വന്ദിപ്പാനും നീയല്ലാതെ ആരും ഞങ്ങൾക്കില്ല. കർത്താവെ, നിന്റെ തൃക്കൈ നീട്ടി ഞങ്ങൾക്ക് സഹായിച്ചില്ലെങ്കിൽ ഞങ്ങളും നശിച്ചു പോകുമല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ അസംഖ്യമെങ്കിലും നീയല്ലാതെ ഞങ്ങൾക്ക് ആശ്രയവും രക്ഷയും വേറെ ഇല്ലാത്തതുകൊണ്ട് കരുണയോടെ ഞങ്ങളെ തൃക്കൺ പാർത്ത് ഞങ്ങളെ രക്ഷിക്കണമേ. That is the faithful relation that we have with our Heavenly Father. For when we faithfully call on His name, He will catch hold of us and save us from sinking as He saved St. Peter. നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ലെറ്റ് നോട്ട് ദ വേൾഡ് ഡിസീവ് us. നാം ലോകത്തിൻ്റെ ചതിയിൽ പെടാതിരിക്കണം. ഹം ദുനിയ കെ ഛൽ മേ ന ഫസേ. സെൻറ്റ് പീറ്റർ doubted when he looked at his surroundings and took his eyes off Jesus. In today's language, if we say, Peter began to sink when he started wondering about the superhuman act he was doing. After walking a few steps in the water, fully concentrating on his Savior, he might have felt confident enough to take off his eyes from Jesus and look at the surroundings. That caused fear in him. And in the very next moment he realized that and cried out to Christ for help. It can be far too easy to take our eyes off Jesus and to become consumed with our circumstances. When we only look at what is around us, we can't see things the way God sees them. When Peter looked at his surroundings, his faith withered and he began to sink. The same happens to us today also. പലപ്പോഴും നാം ലൗകികരായി മാറാറുണ്ട്. ദൈവസന്നിധിയിൽ നിന്ന് നാം നമ്മുടെ ഉൾക്കണ്ണുകളെ മാറ്റുകയും അതിനെ ലോകത്തിന് തുറന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നു. Especially in today's panic-stricken world, many have lost their loved ones untimely. Many have lost their jobs. Many have lost their belongings. We may be a direct victim or an indirect victim of any circumstances. We are not to be withered. നമ്മുടെ ജീവിതത്തിലെ ലൗകിക പ്രതിസന്ധികൾ നമ്മെ തളർത്തരുത്. ദൈവിക കൃപ നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടെന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ പിതാക്കന്മാർ രചിച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ അതിന് ഒരു വലിയ ഉദാഹരണമാണ്. നമ്മെ ദൈവികതയിൽ നിന്ന് മാറ്റുന്നത് എന്തെന്ന് നാം തിരിച്ചറിയണം. Today's world as a whole is becoming virtual. We use the term virtual to a wide variety of nouns of the present day, like virtual meetings, virtual classrooms, virtual currency, virtual glasses, virtual intelligence, etc. It is not a surprise that the present pandemic has caused our churches to be virtual churches, and we are experiencing the sacraments through the virtual platforms. Even this meditation is a reality of the virtual world. The world is gradually growing into a reality, and that is the virtual reality. It is a blessing that sophistication is becoming ultra-futuristic. But what we have to conceptualize is that the future of our coming generations, not far ones, but the near ones, is somehow getting endangered. We have forgotten to look back and imbibe the real reality of faith and divinity. We are stuck up in a disordered and confused platform where we in the present times get confused between the adjectives and nouns like divinity, smartness, reality, virtual, etc.
Every situation in our life, may it be up or down, is a call from God, a calling from above, saying that this is the way that you have to take, a calling saying that have faith in me, I am there for you. Is there a situation that makes it easy to take our eyes off Christ? The first step is to recognize it and put a check on that. We should always remember that it is always God's desire to make us more like Him. It is the aim of each individual Orthodox Christian to proceed in the path of deification. We have to reflect Christ to others through our life and deeds. And that is only possible when we have grown in faith. എല്ലാ വിശ്വാസിയും ദൈവീകരണത്തിൽ വളരണമെന്നുള്ളതാണ് ഓർത്തഡോക്സ് ക്രിസ്തീയ സഭയുടെ അടിസ്ഥാന തത്വം. നമ്മെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ ജീവിച്ച് നമ്മളിൽ അത് മങ്ങിപ്പോയിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിത പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ ലോകത്തിൻ്റെ ചതിയിൽപ്പെടാതെ യേശുവിനെ നോക്കി അവൻ പത്രോസിനോട് ചോദിച്ചത് നമുക്ക് കേൾക്കുവാൻ ഇടവരാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Let us all bow our heads for a small prayer. Bless me, Lord. Our Heavenly Father, we thank you for this wonderful day. Help us to hear your voice and understand your guidance so that we could reflect you. Build us up in strong faith so that we may not be withered with the worldliness. Help us to understand that it's your will that has to be fulfilled in our life. Fill us with full, unconditional, determined faith in you. We pray for the whole world which is in despair and distress. Guide us, Lord. We ask these to you, your only begotten Son, and your Holy Spirit, forever and ever. Amen. കാരുണ്യവാനും നിത്യനും ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്നവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയത്ത് തിരുസന്നിധിയിൽ അടിയങ്ങളെ സമർപ്പിക്കാൻ തന്ന കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പാപികളും ദോഷികളുമായ അടിയങ്ങളോട് കരുണ തോന്നണമേ. രക്താംബരം പോലെ കടുംചുവപ്പായ ഞങ്ങളുടെ പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകിയ ഞങ്ങളുടെ സ്വർഗസ്യ പിതാവേ, അവിടെ ഞങ്ങളുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ഹിമം പോലെ വെളുപ്പിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞു തന്ന എല്ലാ കൃപകളും നന്മകളും കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. തുടർന്ന് നിന്റെ കൃപയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകളിലും സംഭാഷണങ്ങളിലും ഞങ്ങളെ തന്നെ നിയന്ത്രിപ്പാനും അന്യരെ ദുഃഖിപ്പിക്കുന്നവയും മുറിപ്പെടുത്തുന്നവയുമായ വാക്കുകളും പ്രവർത്തനങ്ങളും ഞങ്ങളിൽ ഉണ്ടാകാതെ സൂക്ഷിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് കണക്കിടരുതേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും ഞങ്ങൾ ചെയ്യുന്ന പിഴകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ ദൈവമക്കളെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മശക്തി ഞങ്ങളിൽ ഓരോരുത്തരിലും പകരണമേ. ഞങ്ങളുടെ ഹൃദയ കവാടങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ അന്ധകാരത്തെ മാറ്റി ഹൃദയങ്ങളിൽ പ്രകാശം നിറയ്ക്കണമേ. ഞങ്ങളുടെ സഭയെ നയിക്കുന്ന പരിശുദ്ധ കാതലിക്ക ബാവ തിരുമനസിനെയും സകല മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും സഭാപ്രവർത്തകരെയും അനുഗ്രഹിച്ച് അവരുടെ പ്രവർത്തനങ്ങളെ വാഴ്ത്തിയും വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ബോംബെ ഭദ്രാസന മെത്രാപ്പോലീത്ത ബഹുമാനപ്പെട്ട കുർലോസ് തിരുമേനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യവും എല്ലാവിധ ആത്മീയ കൃപകളും കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇടവകപ്പെട്ടക്കാരെയും എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിച്ച് അതിനെ നടത്തിക്കൊണ്ടുവരുന്ന എല്ലാ പ്രവർത്തകരെയും അവിടത്തേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ തിയോ മിനിസ്ട്രിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും എല്ലാം താഴ്മയോടെ സമർപ്പിക്കുന്നു. നിന്റെ നിരന്തരമായ അനുഗ്രഹം എല്ലാവരിലും ചൊരിയണമേ. കഷ്ടതകളിൽ ക്ഷമയും ധൈര്യവും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹതാപവും മനസ്സലിവും ഞങ്ങൾക്ക് തരണമേ. രോഗികളായിരിക്കുന്നവരെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന് സ്വസ്ഥതയും ആരോഗ്യവും വേദനകൾക്ക് ആശ്വാസവും ദൂരീകരിക്കുന്നവനും നീ ആയിരിക്കണമേ. ശക്തിയും ബലവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ. നാഥ, കൊറോണ മഹാമാരി മൂലം രോഗത്തിലും വേദനയിലും മാനസിക പ്രയാസങ്ങളിലും കഴിയുന്ന എല്ലാവരെയും ഇവിടുത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
രോഗികളെ ശുശ്രൂഷിക്കുന്നവരെയും ഏതെങ്കിലും വിധത്തിൽ അവരെ സഹായിക്കുന്നവരെയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. അനേകർ ജോലിയില്ലാതെയും ജോലി നഷ്ടപ്പെട്ടും ജീവിക്കാൻ വഴിയില്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു. നാഥ, അവർക്ക് ആശ്വാസവും തണലും നീ ആയിരിക്കണമേ. എല്ലാ വിഷമതകളെയും ധൈര്യത്തോടും സന്തോഷത്തോടും എതിരിടുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ദൂരത്തും ചാരുകയുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും വേണ്ടി ശ്രമിക്കുന്നവരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇല്ലാത്ത ദമ്പതിമാരെയും വിവാഹപ്രായമായിട്ട് നടക്കാതെ വിഷമിക്കുന്നതിൻ്റെ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിക്കായ ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. മുമ്പേ ദൈവരാജ്യവും അതിൻ്റെ നീതി അന്വേഷിച്ച അതോടുകൂടി മറ്റെല്ലാം അനുഭവിപ്പാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ അധ്വാനങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും തിരുമുമ്പിൽ പ്രസാദമുള്ളവയായി തീരുമാറാകണമേ. ഞങ്ങളുടെ ഭാവി അവിടുന്ന് ക്രമപ്പെടുത്തി ഞങ്ങളെ നേരായ വഴിയെ നടത്തണമേ. നിന്നിലുള്ള വിശ്വാസത്തിലും നിന്നോടുള്ള സ്നേഹത്തിലും അനുസരണയിലും ഞങ്ങളെ നയിക്കണമേ. വിവിധ പ്രയാസങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും സകല അപകടങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു പരിപാലിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങളെ നിന്റെ ബോധത്തിൽ നിറയ്ക്കണമേ. സകല ആപത്തുകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മരണം വഴിയായ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിന്റെ സ്വർഗീയ സിംഹാസനത്തിന് യോഗ്യരാക്കണമേ. കർത്താവേ, രാത്രിയിൽ സുഖകരമായ ഉറക്കവും ഹൃദയ സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. അന്ത്യം വരെ ഇവന്റെ കർത്താവിനോടൊത്ത് ജീവിക്കുവാൻ ഇടയാകണമേ. ആയത് നിന്നെയും നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും കൃപയാ തന്നെ. ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിന് മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.